ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പാരലൽ ലൈൻസ് അഥവാ സമാന്തര വരകൾ എന്ന ടോപ്പിക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 1ാമത്തെയും 2ാമത്തെയും ചാപ്റ്റർ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസും ഉൾപ്പെടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. നമ്മൾ പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ക്ലാസ് 9 മാത്സ് എന്ന് പറഞ്ഞിട്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ 2 ചാപ്റ്റേഴ്സ് പഠിച്ചു അല്ലേ. നമ്മൾ 1ാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഫുൾ എക്സും വൈയും വരുന്നിട്ടല്ലേ 2 ഇക്വേഷനൊക്കെ സോൾവ് ചെയ്യുന്നതായിരുന്നു. അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ന്യൂ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പൈതഗോറസ് തിയറമൊക്കെ വെച്ചിട്ട് പ്രൂവ് ചെയ്തു അല്ലേ. ഇനി അതിൽ നിന്ന് വീണ്ടും വ്യത്യാസമായിട്ട് നമ്മൾ വളരെ വ്യത്യാസമായിട്ട്, പക്ഷെ നിങ്ങളിത് ആദ്യമായിട്ട് പഠിക്കുകയൊന്നുമല്ല. ഈ സമാന്തര വരകൾ പാരലൽ ലൈൻസ് 7ാം ക്ലാസ്സിലെ 8ലൊക്കെ നമ്മളെ കൂടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് നമ്മൾ ഇവിടെയും പഠിക്കാൻ പോകുന്നത്. കറക്റ്റായിട്ട് മനസ്സിലാക്കാം. നമുക്ക് നോക്കാം എന്താണ് സമാന്തര വരകൾ എന്നറിയാത്ത ആരുമില്ലല്ലോ. വരകൾ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതലുണ്ട് അല്ലേ, പ്ലൂരൽ ഫോമാണ് അല്ലേ, ബഹുവചനാണ്. എന്ന് വെച്ചാൽ എന്താ, 2 ഒന്നിൽ കൂടുതലുള്ളതിനെയാണ് നമ്മൾ വരകൾ എന്ന് പറയാം. ഇപ്പം എപ്പോഴാണ് 2 വരകൾ സമാന്തരമാവുക? മിസ് നോക്ക്, ഇവിടെ ഒരു വര വരയ്ക്കുന്നു, കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, നമ്മൾ ഇത് മാറിപ്പോയില്ലേ, നമുക്ക് വേണ്ട, ഇതില്ലാതെ തന്നെ വരയ്ക്കാം. മിസ് ഇവിടെ ഒരു ലൈൻ വരയ്ക്കുന്നു. ഈ ലൈനിന് പാരലലായിട്ട് അല്ലെങ്കിൽ സമാന്തരമായിട്ട് വേറൊരു വര. ഞാൻ പറയുന്നു, ഞാൻ വരച്ചിട്ടുള്ള ഈ 2 റെഡ് ലൈനും സമാന്തരമാണ്, പാരലലാണ്. അതെന്തുകൊണ്ടാ? എടാ, 2 വരകൾ എപ്പോഴാണ് സമാന്തരമാവുക എന്നറിയോ? ഈ വരകൾ നിങ്ങൾ എത്ര ഇങ്ങനെ നീട്ടി എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു കഴിഞ്ഞാലും ഇവ ഒരിക്കലും കൂട്ടിമുട്ടൂല. ഒരിക്കലും കൂട്ടിമുട്ടാത്ത വരകളെയാണ് എന്തെന്ന് വിളിക്കുക? സമാന്തര വരകൾ അല്ലെങ്കിൽ പാരലൽ ലൈൻസ് എന്ന് പറയാം. മനസ്സിലായോ? അതായത് ഇതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും സെയിം ആയിട്ട് അവർ കീപ്പ് ചെയ്യും. ഈ തുടക്കത്തിൽ ഈ രണ്ട് വരകൾക്കിടയിലുള്ള നീളം ഒരു 2 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. കുറച്ച് അപ്പുറത്തെത്തിയാൽ ഇതിൻ്റെ ഇടയിൽ 2 സെൻറ്റിമീറ്റർ ആയിരിക്കും, കുറച്ചുകൂടി അപ്പുറത്തെത്തിയാൽ 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി നമ്മൾ എത്ര എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എവിടെ എത്തിയാലും ഇതിൻ്റെ ഇടയിലുള്ള ദൂരം എത്ര തന്നെയായിരിക്കും? 2 സെൻറ്റിമീറ്റർ തന്നെയായിട്ട് കീപ്പ് ചെയ്യും. അങ്ങനെ ഒരിക്കലും കൂട്ടിമുട്ടാത്ത ഒരേ അകലത്തിൽ ഒരേ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന 2 വരകളെ അല്ലെങ്കിൽ 2ൽ കൂടുതൽ വരകളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സമാന്തര വരകൾ എന്ന് വിളിക്കാം. മിസ്സിന് ഇതിലിനിയും വരകൾ വരച്ചൂടെ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് പിന്നെയും മിസ് ഒരു വര വരച്ചു, 3ാമതൊരു വര, 4ാമതൊരു വര. എടാ, ഈ വരകളൊക്കെ സമാന്തര വരകളല്ലേ, ശരിയല്ലേ? ഇനി സമാന്തരമല്ലാത്ത വര എങ്ങനെയുണ്ടാവുക? ഒന്നിങ്ങനെ വരച്ചു, ഒരു വര ഞാൻ ഇങ്ങനെ വരച്ചേ, ഒരു വര പിന്നെന്ത് ചെയ്തു, ഒന്നിങ്ങനെ വരയ്ക്കുന്നു. ഈ 2 വരകൾ സമാന്തരമാണോ? ഇത് കണ്ടാൽ തന്നെ അറിയാം നമുക്ക് സമാന്തരമല്ലാന്ന്. ഇത് കുറച്ചൊന്ന് മിസ് നീട്ടി വരയ്ക്കാമെന്ന് വിചാരിക്കുക, അപ്പം തന്നെ ഇതും നീട്ടി വരയ്ക്കുന്നു. ഈ 2 വരകൾ കൂട്ടിമുട്ടുന്നു നമുക്കിത് കണ്ടാൽ തന്നെ അറിയില്ലേ? ഇവിടെ ഒരു പോയിന്റിൽ വന്ന് ടച്ച് ചെയ്യൂലേ? നമ്മൾ പറഞ്ഞത് സമാന്തര വരകൾ ഒരിക്കലും കൂട്ടിമുട്ടൂല എന്നല്ലേ. അപ്പോൾ ഈ വരച്ചിട്ടുള്ള 2 വരകൾ കൂട്ടിമുട്ടുന്ന വരകളാണ്. അപ്പോൾ നമുക്കിത് എന്തിന് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റില്ല? സമാന്തര വരകളല്ല. ദിസ് ലൈൻസ് ആർ നോട്ട് പാരലൽ എന്ന് പറയാം. അപ്പോൾ എന്താ സമാന്തര വരകൾ എന്നുള്ളതിന് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. ഒരേ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന വരകളെയാണ് എന്തെന്ന് പറയുക? സമാന്തര വരകൾ എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വേറൊരു ടോപ്പിക്ക് പഠിക്കുകയാണ്. ടോപ്പിക്ക് എന്ന് വെച്ചാൽ ഇതിൽ തന്നെ വരുന്ന കാര്യങ്ങളാണ്. മിസ് ഈ വരയ്ക്ക് കുറുകെ അല്ലേ, ഈ വരയിലൂടെയൊക്കെ പാസ് ചെയ്യുന്ന രീതിയിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. എന്ത് ലൈൻ വരച്ചു? ഒരു സ്ട്രെയിറ്റ് ലൈൻ. മുഴുവൻ തൊട്ടില്ല അല്ലേ, നമുക്ക് തൊടിയിക്കാം. ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. ഈ വരേൻ്റെ പ്രത്യേകത എന്താ? ഈ എല്ലാ വരകളിലൂടെയും പോകുന്നുമുണ്ട്. പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എത്രയായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ അല്ലേ, നേരെ കുത്തനല്ലേ. ഒരു വര വരച്ച് അതിന് നേരെ കുത്തനൊരു വര വരച്ച് അവിടെ ഉണ്ടാകുന്ന ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെയും ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇങ്ങനെ നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് അതിന് കുറുകെ നമ്മൾ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ആംഗിൾ 90 ആണെന്ന് മനസ്സിലായി. നേരെ കുത്തനെ വരയ്ക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇവിടെ ഒരു കണ്ടീഷൻ കൂടി മിസ് പറയാം. ഇവിടെ ഞാൻ 4 വരകൾ വരച്ചു.
ഈ 4 വരകൾക്കും ഇടയിലുള്ള ഡിസ്റ്റൻസ് സെയിം ആണെന്ന് വിചാരിക്കുക. അതായത് ഇതിൻ്റെ ഇടയിൽ 2 സെൻറ്റിമീറ്റർ ആണ്, ഇതിൻ്റെ ഇടയിൽ 2 ആണ്, ഇതിൻ്റെ ഇടയിൽ 2 ആണ്. അതായത് ഈ ലൈൻസിൻ്റെ ഇടയിലൊക്കെ ഉള്ള ഡിസ്റ്റൻസ് സെയിം ഡിസ്റ്റൻസ് അല്ലേ? അങ്ങനെയുള്ള വരകളാണ്. ഇങ്ങനെയുള്ള വരകൾക്ക് കുറുകെയാണ് നമ്മൾ വേറൊരു വര വരയ്ക്കുന്നതെന്ന് വിചാരിക്കുക. ഓട്ടോമാറ്റിക് ഈ വരകളുടെ നീളവും എന്തായിരിക്കും? തുല്യമായിരിക്കും. അതായത് നമ്മൾ ഒരേ ഡിസ്റ്റൻസിൽ ഒരേ ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്ത പാരലൽ ലൈൻ ആണെങ്കിൽ അതിലൂടെ നമ്മൾ ക്രോസ് ആയിട്ട് ഒരു വര വരച്ച് കഴിഞ്ഞാൽ, അതിനെ കട്ട് ചെയ്യുന്ന രീതിയിൽ വേറൊരു വര വരച്ച് കഴിഞ്ഞാൽ ഈ വരയെയും ഇത് എന്താക്കും? നമ്മൾ ഈ പാരലൽ ലൈൻ ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് ഇതിൻ്റെയൊക്കെ ലെങ്ത്തുകൾ സെയിം ആക്കി മാറ്റും എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞത് ക്ലിയർ ആണല്ലോ? അത് നമുക്കൊരു പോയിന്റ് ആയിട്ട് പറയാം. എങ്ങനെയാ? മിസ് ഇവിടെ ഒരു പോയിന്റ് ആയിട്ട് എഴുതേ നോക്കുക. നമുക്ക് പാരലൽ അല്ലാത്ത ലൈനിന് ഞാൻ ഇവിടെ വായിക്കട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ. പാരലൽ അല്ലാത്ത ലൈന് വേണ്ട, നമുക്ക് പാരലൽ ലൈൻസിനെ കുറിച്ചല്ലേ പറയുന്നത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പോയിന്റ് ഇവിടെ സ്റ്റാർ മാർക്ക് ഇട്ട് എഴുതാം. പാരലൽ ലൈൻസ് അല്ലെങ്കിൽ സമാന്തര വരകൾ അല്ലേ? പാരലൽ ലൈൻസ് ദ സെയിം ഡിസ്റ്റൻസ് അപ്പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന സമാന്തര വരകൾ അല്ലേ? സെയിം ഡിസ്റ്റൻസ് അപ്പാർട്ട്. അപ്പം നിങ്ങൾ ചോദിക്കൂ, അപ്പം എങ്ങനെയാണ് മിസ്സേ ഒരേ ദൂരത്തിലല്ലാതെ വരയ്ക്കാൻ പറ്റുമോയെന്ന്? അതായത് മിസ് ഇങ്ങനെ ഒന്ന് വരച്ചു, ഇതിന് സമാന്തരമായിട്ട് ഇങ്ങനെ വരച്ചു, പിന്നെ കുറച്ച് വിട്ട് വരച്ചു. ഇതൊക്കെ സമാന്തര വരകൾ തന്നെയാണ്. ഇതൊരിക്കലും ഇത് എത്ര നീട്ടിയാലും ഇതൊന്നും കൂട്ടിമുട്ടൂല. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ദൂരമാണോ ഇത് രണ്ടും ഉള്ളത്? അല്ലല്ലോ. ഇത് 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ ഒരു 4 സെൻറ്റിമീറ്റർ എങ്കിലും ഉണ്ടാവും അല്ലേ? അങ്ങനെയാണോ നമ്മൾ ഇവിടെ വരച്ചത്? അല്ലല്ലോ. എല്ലാ സമാന്തര വരകൾക്കും ഇടയിൽ ഒരേ ഡിസ്റ്റൻസ് അല്ലേ ഉള്ളത്? അതാണ് ഇവിടെ. അതുകൊണ്ടാണ് നമ്മൾ എടുത്തു പറഞ്ഞത് എന്ത്? ദ പാരലൽ ലൈൻ ദ ലൈൻസ് ദ സെയിം ഡിസ്റ്റൻസ് അപ്പാർട്ട്, ഒരേ അകലത്തിലായിരിക്കണം. കട്ട് ഈ വരകൾ എന്ത് ചെയ്യും? ഈ സമാന്തര വരകൾ കട്ട് ചെയ്യും. ആരെ? എനി അതർ ലൈൻ, വേറൊരു വരയെ. നമ്മൾ ഈ വയലറ്റ് കളറിൽ വരച്ചത് വേറൊരു വരയല്ലേ? ആ വരേനെ നമ്മൾ കട്ട് ചെയ്യും. എങ്ങനെ? അതർ ലൈൻ അല്ലേ? അതർ ലൈൻ ഇൻറ്റു, വെറുതെയാണോ കട്ട് ചെയ്യുന്നത്? അല്ല, ഇതിനെ ഈക്വൽ പീസുകളാക്കിയിട്ട് മാറ്റും, ഈക്വൽ കഷ്ണങ്ങളാക്കും അല്ലേ? ഈ വയലറ്റ് വരേൻ്റെ പ്രത്യേകത എന്താ? ഈ സമാന്തര വര കുറുകെ പോയിട്ട് ഇതിനൊക്കെ തുല്യ നീളങ്ങളുള്ള കഷ്ണങ്ങളാക്കി, അതാണ് ഇവിടെ എഴുതി വെച്ചത് അല്ലേ? ഇതിനെ മലയാളത്തിൽ എങ്ങനെ പറയാം? ഒരേ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന സമാന്തര വരകൾ ഇതിനെ മുറിച്ചു പോകുന്ന അല്ലെങ്കിൽ ഇതിലൂടെ കടന്നു പോകുന്ന മറ്റൊരു വരയെ തുല്യ ഭാഗങ്ങളാക്കുന്നു. അതല്ലേ എഴുതിയത്? മലയാളംകാർ എഴുതൂലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് വേറൊരു പോയിന്റ് പറയാം. ഇവിടെ നോക്കുക, ഇതേ പോയിന്റ് തന്നെ തിരിച്ചു പറയാം. അതായത് കുറച്ച് വരകളുണ്ട്, ഈ വരകൾക്ക് കുറുകെ ഒരു വര വരയ്ക്കുന്നു. ഈ നമ്മൾ കുറുകെ വരച്ച വര എന്ന് പറയുന്നത് ഇങ്ങനെ വിലങ്ങനെ വരച്ചിട്ടുള്ള ഈ പാരലൽ ലൈനില്ലേ, ഈ ലൈൻസിനെ തുല്യ ഭാഗങ്ങളായിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ഈ വരച്ചിരിക്കുന്ന വര എന്ത് ലൈനാ? ഇത് പാരലൽ ലൈനാന്ന് പറയാം. അതായത് ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്. നമ്മളിപ്പോൾ പറഞ്ഞു ഒരേ അകലല്ലേ സമാന്തര വരകൾ പാരലൽ ലൈൻസ് ആണെങ്കിൽ അതിന് കുറുകെ ഒരു വര വരച്ച് കഴിഞ്ഞാൽ അത് ഈക്വൽ ഡിസ്റ്റൻസ് ആയിട്ട് മുറിക്കും. തിരിച്ച് നമുക്ക് പറഞ്ഞൂടെ? എന്ത് പറയാം? അതായത് ഇത് ഈക്വൽ ഡിസ്റ്റൻസ്, നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വര എക്സ്ട്രാ വരച്ചിട്ട് അത് ഈക്വൽ ഭാഗങ്ങളായിട്ടാണ് കിടക്കുന്നത്, ഇതൊക്കെ ഒരേ നീളമാണെങ്കിൽ നമുക്ക് പറയാം ഈ വരച്ചിട്ടുള്ള സമാന്തര വരകൾ ഒരേ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞൂടെ? ആദ്യം നമ്മൾ പറഞ്ഞു ഒരേ ഡിസ്റ്റൻസിൽ അല്ലേ, സെയിം ഡിസ്റ്റൻസിൽ നിൽക്കുന്ന സമാന്തര വരകൾ നമ്മൾ കുറുകെ വരയ്ക്കുന്ന മറ്റൊരു വരയെ തുല്യ ഭാഗങ്ങളാക്കുന്നു. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എങ്ങനെയാണ് പറയുക? സമാന്തര വരകൾ അല്ലേ, ഏതെങ്കിലും സമാന്തര വരകൾ ഒരു വരയെ തുല്യ ഭാഗങ്ങളാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വരച്ച സമാന്തര വരകൾ വെറും വരകളല്ല, ഈ വരകൾക്കിടയിലുള്ള ദൂരവും സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും അല്ലേ, ഒരേ ദൂരമായിരിക്കും ഇവർക്കിടയിൽ ഉണ്ടാവുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവേണ്ട, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. സമാന്തര വരകൾക്കിടയിൽ ഒരു വര വരച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ നീളം സെയിം ആയിരിക്കും എന്ന് മനസ്സിലാക്കാം. ഇനി ഞാൻ പറയട്ടെ, ഇങ്ങനെ വരച്ചാൽ മാത്രമല്ല മിസ് ഇതിന് വേറൊരു വര വരച്ച് കാണിച്ചു തരാം. ഇതിന് വെറുതെ ചെരിച്ച് വരയ്ക്കുന്നു. ഏത് കളറിലാണ് വരയ്ക്കുക? പച്ച കളറിൽ വരയ്ക്കുക അല്ലേ? മിസ് ഇതാ ഇങ്ങനെ ചെരിച്ചൊരു വര വരയ്ക്കുന്നു.
ഇവിടുന്ന് തന്നെ പോട്ടെ അല്ലേ, ഇവിടുന്ന് തുടങ്ങി ഇവിടെ എൻഡ് ചെയ്യുന്ന രീതിയിൽ. ഈ വരേൻ്റെ പ്രത്യേകത എന്താ? ഇങ്ങനെ നേരെ കുത്തനെയാണോ വരച്ചത്? അല്ലല്ലോ, ഇവിടെ 90 ഡിഗ്രി എന്ന് എഴുതാൻ പറ്റൂല അല്ലേ. നേരെ കുത്തനെയാണെങ്കിൽ കോണളവ് 90 ആവുള്ളൂ. എടാ, ഈ വരകൾ ഒരേ അകലത്തിലാണെന്ന് വിചാരിക്കുക. റെഡ് ലൈൻ സമാന്തര വരകളൊക്കെ ഈക്വൽ ഡിസ്റ്റൻസിലാണ്. അപ്പോൾ 2 സെൻറ്റിമീറ്ററിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഈ വയലറ്റ് വര ഒരേ നീളത്തിലായിരിക്കും എന്ന് പറഞ്ഞു, നേരെ കുത്തനെ വരയ്ക്കുന്നത്. അതേ റൂൾ ആർക്കും ബാധക? ഈ ചെരിഞ്ഞ് വരച്ച വരയ്ക്കും ബാധക. അതായത് നമ്മൾ ഇത് 2 സെൻറ്റിമീറ്റർ ഒരേ ഡിസ്റ്റൻസിലാണെങ്കിൽ നമ്മൾ ഇനി ചെരിഞ്ഞായാലും വേണ്ടില്ല, മറഞ്ഞായാലും വേണ്ടില്ല, എങ്ങനെ ഒരു വര എക്സ്ട്രാ വരച്ചു കഴിഞ്ഞാലും ഇതും ഈക്വൽ ഡിസ്റ്റൻസിൽ തന്നെയായിരിക്കും. ഇതൊരു 1.5 സെൻറ്റിമീറ്റർ ആണ്. ഇതിൻ്റെ ഇടയിലൊക്കെ എന്ത് തന്നെയാണ് ഉണ്ടാവുക? ഇത് ചെരിഞ്ഞതല്ലേ, ഇതിൻ്റെ ഇടയിലുള്ള ദൂരം ഈ പച്ച ലൈനിൻ്റെ നീളത്തിന് മാറ്റം ഉണ്ടാവുമൊന്നുമില്ല. പച്ച ലൈന് തുല്യ ഭാഗങ്ങൾ തന്നെയാവുക. കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ, അതായത് പാരലൽ ലൈൻസ് ഒരേ അകലത്തിൽ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കുറുകെ നമ്മൾ തിരിഞ്ഞോ മറിഞ്ഞോ എങ്ങനെ വരച്ചു കഴിഞ്ഞാലും ഈ ഇടയിലുള്ള പീസുകൾക്കൊക്കെ ഒരേ നീളമായിരിക്കും മനസ്സിലാക്കുക. സംഭവം പറഞ്ഞത് ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് ആരെ പ്രത്യേകതയാ? ഈക്വൽ ഡിസ്റ്റൻസിലുള്ള അല്ലേ, തുല്യ അകലത്തിൽ കീപ്പ് ചെയ്യുന്ന പാരലൽ ലൈൻസിൻ്റെ പ്രത്യേകതയാണ്. ആ പറഞ്ഞത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. എന്ത് പറയാം? ഈക്വൽ ഡിസ്റ്റൻസിൽ അല്ലേ, ഈക്വൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന സമാന്തര വരകൾക്ക് കുറുകെ, അതിനെ ക്രോസ് ആയിട്ട് നമ്മൾ എങ്ങനെ ഒരു വര വരച്ചാലും ശരി, ആ വരയൊക്കെ ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ഈക്വൽ പീസുകളായിട്ട് മാറുന്നു. ഈ പച്ച കഷ്ണത്തിൻ്റെ ഈ നീളം തന്നെയായിരിക്കും ഇവിടെയുള്ള നീളം, അത് തന്നെയായിരിക്കും ഇവിടെയുള്ള നീളം. അതേപോലെ തന്നെ ഈ വയലറ്റിൻ്റെ ഈ 3 പീസുകൾക്കും ഒരേ നീളമായിരിക്കും. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇത് എപ്പോൾ മാത്രം ഒരു കണ്ടീഷൻ ഉണ്ട്, ഈ വരകളൊക്കെ ഒരേ അകലത്തിലാവുമ്പോൾ. മിസ് ഇപ്പോൾ ഈ വരച്ച വര ഇങ്ങനെയാണെന്ന് വിചാരിക്കും, ഒന്ന് ഇവിടെ വരച്ചു, പിന്നെ ഒന്ന് ഇതിനോട് അടുത്ത്, ഇത് പാരലൽ തന്നെയാണ് അല്ലേ. ഈ ലൈനും ഒരിക്കലും കൂട്ടിമുട്ടുന്നു നിങ്ങൾക്ക് തോന്നില്ലല്ലോ. പിന്നെ ഇതാ ഇപ്പുറത്ത് പോയൊരു വര വരച്ചു. എടാ ഇത് നോക്ക്, ഇപ്പുറത്ത് പോയൊരു വര വരച്ചു. ഈ 3 വരകളും പാരലലാണ്. ഇത് എത്ര നീട്ടി വരച്ചാലും കൂട്ടിമുട്ടൂല. പക്ഷെ ഇത് തമ്മിൽ ഒരേ അകലാണോ? ഇത് 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇത് അതിലും കൂടിയില്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു വര വരച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുമോ ഇത് ഒരേ നീളത്തിലാണെന്ന് പറയാൻ പറ്റുമോ? ഇവിടെ നോക്ക്, ഇങ്ങനെ ഒന്ന് ക്രോസ് ചെയ്തു. ഇവിടെ ഇപ്പം 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ 1 സെൻറ്റിമീറ്റർ തന്നെയാണ് ഉണ്ടാവുക അല്ലല്ലോ. അതെന്തുകൊണ്ടാണ് മാറിയത്? നമ്മൾ വരച്ച സമാന്തര വര ഈ പാരലൽ ലൈൻ ഈക്വൽ ഡിസ്റ്റൻസിൽ അല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വന്നത്. അപ്പം ഈക്വൽ ഡിസ്റ്റൻസിലുള്ള പാരലൽ ലൈൻ ആണെങ്കിൽ അതിനെ ക്രോസ് ചെയ്താൽ ഈ ക്രോസ് ചെയ്യുന്ന വരകൾക്കൊക്കെ ഒരേ നീളമായിരിക്കും. ജസ്റ്റ് ആ കാര്യം മാത്രം മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കൊരു വരയെ എങ്ങനെ തുല്യ ഭാഗങ്ങളാക്കാമെന്നും ആ വരയിൽ നമുക്ക് സമഭുജ ത്രികോണവും പല ഷേപ്പ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളൊക്കെ വരയ്ക്കാനുണ്ട്. എങ്ങനെയാണ് പാരലൽ ലൈനിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത്, സമാന്തര വരകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ വരയ്ക്കാം, ഒരു വരയെ എങ്ങനെ ഈക്വൽ പാർട്സ് ആക്കാം എന്നൊക്കെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിന് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ മിസ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ഈ പാരലൽ ലൈൻസിൽ ഡെയിലി ലൈഫിൽ നിങ്ങൾ എക്സാമ്പിൾ കണ്ടിട്ടുണ്ടോ? നമ്മളെ നിത്യജീവിതത്തിൽ പിന്നെ ട്രെയിനിൻ്റെ, നമ്മളെപ്പോഴും പറയുന്ന എക്സാമ്പിളാണ് ട്രെയിനിൽ റെയിൽവേ ലൈൻ കണ്ടിട്ടുണ്ടോ? റെയിൽവേ ലൈൻ എപ്പോഴെങ്കിലും കൂട്ടിമുട്ടോ? നമ്മൾ അല്ലേ ട്രെയിനിൻ്റെ 2 ഭാഗങ്ങളും പോകുന്ന ആ 2 വരകൾ എപ്പോഴെങ്കിലും കൂട്ടിമുട്ടോ? കൂട്ടിമുട്ടിയ ആക്സിഡൻ്റ് ആവും അല്ലേ. അതായത് റെയിൽവേ ലൈൻസ് എപ്പോഴും കൂട്ടിമുട്ടാത്ത 2 വരകൾ, അതിലെ ട്രെയിൻ പോവുകയാണെങ്കിൽ ഇതിങ്ങനെ കൂട്ടിമുട്ടാതെ പോവും, ശരിയല്ലേ? അപ്പോൾ ഈ വരകൾ നമ്മൾ ഡെയിലി ലൈഫിൽ ഒരു എക്സാമ്പിൾ അല്ലേ, പാരലൽ ലൈൻ എക്സാമ്പിളാണ് റെയിൽവേ ലൈൻ. വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ നോട്ട് ബുക്കിൻ്റെ പേജ് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ വര ഇട്ട നോട്ട് ബുക്ക് അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരിക്കലും കൂട്ടിമുട്ടാത്തല്ലേ. നമ്മളിങ്ങനെ വരച്ചിട്ട് നിങ്ങളുടെ നോട്ട് ബുക്കിന് കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ വര പോവോ? ഇല്ലല്ലോ. എപ്പോഴും ഒരേ അകലത്തിൽ ഇങ്ങനെ നല്ല വൃത്തിക്ക് പാരലായിട്ടല്ലേ പോവുക. അപ്പോൾ പാരലൽ ലൈന് സമാന്തര വരകൾക്ക് നിങ്ങൾ എപ്പോഴും കാണുന്നതാണ് നമ്മളെ റൂൾഡ് നോട്ട് ബുക്കിലെ വര ഇട്ട നോട്ട് ബുക്കിലുള്ള വരകളുടെ അകലം തുല്യമായിരിക്കും ചെയ്യും, അത് സമാന്തരവുമായിരിക്കും, പാരലലുമായിരിക്കും. അപ്പോൾ ആ എക്സാമ്പിളൊക്കെ നമുക്ക് പറയാലോ. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. അപ്പോൾ എന്താണ് പാരലൽ ലൈന്, പാരലൽ ലൈൻ്റെ പ്രത്യേകത എന്താണ്, ഒരിക്കലും ഇത് ഈക്വൽ പാർട്സ് ആവുന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഒരു ഇൻട്രഡക്ഷൻ മാത്രമാണ്. നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗം നമുക്ക് നാളെ മുതൽ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. വരയ്ക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ക്ലാസ് എല്ലാവരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സുകാർ കാണാത്തവരുണ്ടെങ്കിൽ നമ്മളെ പ്ലേലിസ്റ്റിൽ പോയിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. താങ്ക്